നമ്മൾ പറയാൻ പോകുന്നത് കൂടുതൽ പേരും യൂസ് ചെയ്യണ അറ്റാക്ക് ഇലക്ട്രോ ഡ്രാഗൺ അറ്റാക്ക് ആയിരിക്കും യൂസ് ചെയ്യണം. കൂടുതൽ പേരും ഡ്രാഗൺ അറ്റാക്ക് ആയിരിക്കും യൂസ് ചെയ്യണം. ഒരു ടൗൺ ഹാൾ 9 അല്ല ടൗൺ ഹാൾ 10 വരെയുള്ളൊരു സാധാരണ ഡ്രാഗൺ അറ്റാക്ക് ആയിരിക്കും യൂസ് ചെയ്യണം. ഇതാണ് മുതൽ കൂടുതൽ പേരും ഇലക്ട്രോ ഡ്രാഗണിലേക്ക് സ്വിച്ചായി മാറും. കൂടുതൽ പേരും ഇലക്ട്രോ ഡ്രാഗൺ അറ്റാക്ക് യൂസ് ചെയ്യണത് തന്നെ അവർക്ക് ആർമി ഫോർമേഷൻ അധികം അറിയാൻ പാടില്ല, അങ്ങനെ എങ്ങനെ അറ്റാക്ക് ചെയ്യണേ എന്നൊക്കെ ഉള്ള രീതിയിലാണ് അവർ ഇലക്ട്രോ ഡ്രാഗനെ യൂസ് ചെയ്യണത്. ഇലക്ട്രോ ഡ്രാഗനാണെങ്കിൽ കൂടുതൽ ഇങ്ങനെ ചുമ്മാ സ്പാം ചെയ്ത് വിട്ടാൽ മതിയായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് കൂടുതൽ പേരും അങ്ങനെ യൂസ് ആക്കണത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണത് ഒരു കിടിലൻ ഫോർമേഷനെ പറ്റിയിട്ടാണ്. സാധാരണ ബേസിക്കായിട്ട് കുറച്ച് പേർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു കിടിലൻ ഫോർമേഷനാണ് ഇത്. ഈ ഫോർമേഷൻ എനിക്ക് യൂസ് ചെയ്തിട്ട് കൂടുതൽ പേർക്കൊക്കെ അറിയാം, ഓൾഡ് ഫോർമേഷനാണ്. എന്നാലും കൂടുതലും ഫാൻറ്റസി ട്രൂപ്സൊക്കെ യൂസ് ചെയ്യാണ്ടുള്ള ഒരു ഫോർമേഷനാണ് പറയാൻ പോണത്. ഇതാണ് നമ്മുടെ ഫോർമേഷൻ. ഹീറോസൊക്കെ മസ്റ്റാണ്. ഹീലർ, ഹെറ്റി, വിച്ച്, പിന്നെ പെക്ക, പിന്നെ 2 ലിറ്റർ RC വെച്ചിട്ടാണ് കൂടുതലും. RC വെച്ചിട്ടാണ് നമ്മുടെ കളി. RC പ്ലസ് ഇൻവിസിബിലിറ്റി, പിന്നെ ഗ്രാൻഡ് കാസ്റ്റൽ ട്രൂപ്പിൽ ഫർണസ്, പിന്നെ 2 ടോട്ടൽ സ്പെല്ല്, ഒരു ഇൻവിസിബിലിറ്റി സ്പെല്ല്, സീ മെഷീനും. ഹീറോസൊക്കെ മസ്റ്റാണ്. അപ്പോൾ ആ ഹീറോസ് ഇല്ലാണ്ട് ഈ ട്രൂപ്സ് കൊണ്ടുപോകാൻ പറ്റില്ല, ഈ ആർമി കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ എക്യുപ്മെൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. എക്യുപ്മെൻറ്റ്സിൽ കിങ്ങിന് ജയൻറ്റ് ഗോൺലെറ്റും സ്പൈക്കി ബോളും, ആർച്ചർ ഗീന് ജയൻ്റ് ആരും, പിന്നെ ആക്ഷൻ ഫിഗറും, വാർഡന് റേജ് ജമ്മും, എറ്റേണൽ ഡോമും. RCക്ക് സീക്വൻ ഷീൽഡ് അല്ലെങ്കിൽ ഹേസ്റ്റ് വീലുണ്ടെങ്കിൽ ഓക്കെയാണ്. ഇലക്ട്രോ ബൂട്ടൊക്കെ മസ്റ്റാണ്. ഈ ഫോർമേഷൻ കൂടുതലും എനിക്ക് ബെറ്ററായിട്ട് തോന്നി. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് വെച്ചാൽ, ലബോറട്ടറിയിൽ എൻ്റെ പെക്ക മാക്സ് എല്ലാം ഒരു ലെവൽ കൂടി ആക്കാനുണ്ട്. അതേപോലെ തന്നെ EFT മാക്സ് എല്ലാം ഒരു ലെവൽ 2-3 ലെവൽ കൂടി ആക്കാനുണ്ട്. പിന്നെ ഇൻവിസിബിലിറ്റി മാക്സാണ്. മാക്സ് എല്ലാം കൂടുതലൊന്നും മാക്സ് അല്ല. എന്നിട്ടും ടൗൺ ഹാൾ 50 മാക്സ് ഏകദേശം ബേസ് ആയതൊക്കെ മാക്സ് ബേസ്ഡ് ഫുൾ സ്റ്റാർ അടിച്ചാറ് കളിച്ചിട്ടെങ്കിൽ നല്ല ബെറ്ററായിട്ട് തോന്നി. വാറിൽ ഞാൻ ഫസ്റ്റ് സെറ്റാക്കിയ ബേസ് കൂടുതൽ ഈ ആർമി യൂസ് ചെയ്തെങ്കിൽ നല്ല ബെറ്ററായിട്ട് തോന്നി. അതാണ് ഈ ആർമി ഞാൻ യൂസ് ആയിട്ട് നല്ല ബെറ്ററായിട്ട് തോന്നി. അപ്പോൾ ലാഗ് അടിപ്പിക്കാണ്ട് നേരെ പോവാം. വാറിൽ ഞാൻ ഫസ്റ്റ് അറ്റാക്ക് ചെയ്ത് ഏകദേശം ഒരു ടൗൺ ഹാൾ 50, ഏകദേശം ഒരു മാക്സ്ഡ് ബേസാണ് ഇത്. ഈ ആർമി വെച്ച് ഫുൾ സ്റ്റാർ അടിച്ചു. നമ്മുടെ അറ്റാക്കിംഗ് പ്ലാൻ പറഞ്ഞു. ഇത് ഇപ്പോൾ ഇലക്ട്രോ ഡ്രാഗൺ വെച്ച് അറ്റാക്ക് ചെയ്യണ ഈ ബേസ് 2 സ്റ്റാറൊക്കെ എന്തായാലും മസ്റ്റായിട്ട് അടിക്കും, അത് ഉറപ്പാണ് ഇലക്ട്രോ ഡ്രാഗൺ വെച്ച്. പക്ഷേ ഫുൾ സ്റ്റാർ അടിക്കണമെങ്കിൽ കുറച്ച് ടാസ്ക്കാണ്.
അപ്പം ഈ ഫോർമേഷൻ എനിക്ക് ഒരു കിടിലൻ ഫോർമേഷനായിട്ട് തോന്നി. സാധാരണ അറ്റാക്കിലും വാറിലൊക്കെ നല്ല ബെറ്ററായിട്ട് യൂസ് ആകുന്ന ഫോർമേഷനും. അപ്പോൾ നമ്മുടെ പ്ലാനിങ് എന്താണെന്ന് വെച്ചാൽ, പ്ലാനിങ് നമ്മുടെ ഇലക്ട്രോ ഡ്രാഗനെ ഈഗിളാട്രിയാണ് ഫസ്റ്റത്തെ പ്ലാനിങ്. RC ഒരു സൈഡിലേക്കൂടെ നമ്മൾ വലിപ്പിച്ച് ഈഗിളാട്രി നമ്മൾ ക്ലിയർ ആക്കി എടുക്കണം. ഫസ്റ്റ് തന്നെ RCനെ ഇറക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ക്ലിയർ ചെയ്ത് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ഷീൽഡ് എബിലിറ്റി യൂസ് ചെയ്യണം. ഇലക്ട്രോ ബൂട്ട് മസ്റ്റാണ്. അല്ലെങ്കിൽ ഹേസ്റ്റ് വെയിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് ആദ്യമേ കയറാം. RC പോണതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇൻവിസിബിലിറ്റി സ്കില്ല് ഇട്ട് കൊടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ RC ആ സൈഡിലേക്ക് കയറി പോകാൻ ചാൻസ് ഉണ്ട്, നേരെ ഉള്ളിലേക്ക് കയറൂല. അങ്ങനെ കുറേ പണി കിട്ടും. ഇത് ഇമ്പോർട്ടൻ്റ് ഫേസാണ് അറ്റാക്കിൻ്റെ. ഇത് പാളി കഴിഞ്ഞാൽ പിന്നെ ഫുൾ അറ്റാക്ക് പോകും. പിന്നെ ടൈം ഇമ്പോർട്ടൻ്റ് ആണ് ഈ അറ്റാക്കിൽ. ടാങ്കേഴ്സ് ട്രൂപ്പ് ക്ലിയർ ആക്കി വിടാം. ഈഗിളാട്രി എടുക്കുക. ഇതാണ് നമ്മുടെ മെയിൻ എയിം. ഓരോ ഇൻവിസിബിലിറ്റി സ്പെല്ല് തീരാനായിട്ട് 4 സെക്കൻഡാണ് എടുക്കുന്നത്. അപ്പോൾ ആ ടൈമിനനുസരിച്ച് 4 സെക്കൻഡ് പെട്ടെന്ന് കൗണ്ട് ചെയ്ത് അതിനനുസരിച്ച് ഇടുക, ഡ്രോപ്പ് ചെയ്യാൻ നോക്കുക. RC പോണതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഡ്രോപ്പ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ സൈഡിലേക്ക് RC കയറി പോകാൻ ചാൻസ് കൂടുതൽ. ഈഗിളാട്രി എടുത്തു. അപ്പം എന്തായാലും ഇൻവിസിബിലിറ്റി തീരണവരെ ഒന്ന് RCനെ ഹോൾഡ് ചെയ്ത് വെക്കുക. ഇൻവിസിബിലിറ്റി തീർന്നു കഴിഞ്ഞാൽ നേരെ RCനെ സ്പോട്ടിൽ തന്നെ കോൾ ചെയ്യുക റീകോഡ് സ്പെല്ല് വെച്ച്. ഇൻഫർമോ എടുക്കാൻ നോക്കി, ബട്ട് കിട്ടിയില്ല. RCനെ കോൾ ചെയ്ത്. പിന്നെ അടുത്തത് 2 ലിറ്റർ റാങ്ക് മെയിനായിട്ട് യൂസ് ചെയ്യണത് സൈഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ സൈഡും ക്ലിയർ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ബാക്കി ഇറക്കുന്ന ആർമീസ് പെക്കായി എത്തി വിച്ച് അതൊന്നും സൈഡിലേക്ക് കയറി പോകില്ല. ഈ സൈഡ് ക്ലിയർ ചെയ്തില്ലെങ്കിൽ എന്താ പണി കിട്ടുന്നതെന്ന് വെച്ചാൽ, പെക്കായി എത്തി വയ്ക്കുക, സൈഡിലേക്ക് കയറി പോകാൻ ചാൻസ് ഉണ്ട്. സൈഡിലേക്ക് കയറി പോയി കഴിഞ്ഞാൽ അത് ബേസിൻ്റെ ചുറ്റും റൊട്ടേഷൻ അടിച്ച് കഴിഞ്ഞാൽ അറ്റാക്ക് മൂഞ്ചും. നമ്മൾ ഉള്ളിലേക്കും മിഡിലേക്ക് ഇങ്ങനെ കയറി പോകാൻ വേണ്ടിയിട്ടാണ് 2 ലിറ്റർ ഡ്രാഗൺ സൈഡിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. സീ ബാരാക്സ് നേരത്തെ ഇറക്കാം. അതിൻ്റെ ഉള്ളിൽ ഫർണസ് ഉണ്ട്. ഫർണസ് ബാക്കിൽ കൂടെ അടിച്ചോളൂ. ആദ്യമേ പെക്ക ഡ്രോപ്പ് ചെയ്യണതിൻ്റെ മെയിൻ എയിം എല്ലാ ഡിഫൻസും നേരെ പെക്കേമേക്ക് ആയിരിക്കും. അതുപോലെ തന്നെ പെക്കയുടെ ബാക്കിൽ 18 ഇറക്കി വിടാൻ നോക്കാം. ഈ ഡ്രോപ്പ് ചെയ്യല്ലേ, ഈ ആർമീസ് ഡ്രോപ്പ് ചെയ്യണത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നുവെച്ചാൽ ഒരുമാതിരി ആദ്യമേ 18 പിച്ചൊക്കെ ആദ്യമേ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അറ്റാക്ക് ലോസ് ആവാൻ ചാൻസ് കൂടുതലാണ്. ആദ്യം പെക്ക ഡ്രോപ്പ് ചെയ്യുക, അതിൻ്റെ ബാക്കിൽ 8 ഡ്രോപ്പ് ചെയ്യുക, അതിൻ്റെ ബാക്കിൽ വിച്ച് ഡ്രോപ്പ് ചെയ്യുക. പിന്നെ കിങ്ങും ഗെയിനും വാർഡൻ്റെ ഇറക്കി വിടുക. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. കുറച്ച് മിഡിലേക്ക് കയറുമ്പോൾ 2 ടോട്ടൽ സ്പെല്ല് ഒരു ടോട്ടൽ സ്പെല്ല് യൂസ് ചെയ്യാം. അപ്പോൾ ഡിഫൻസൊക്കെ നേരെ ടോട്ടൽ സ്പെല്ലിലേക്ക് ഫോക്കസ് ആവും.
ഡിഫൻസിനെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ടോട്ടൽ സ്പെല്ല് യൂസ് ചെയ്യുന്നത്. ഒരു ഡിസ്ട്രാക്ഷൻ പോലെ ടോട്ടൽ സ്പെല്ല് യൂസ് ചെയ്യുക. അപ്പോൾ നേരെ എല്ലാ ടാർഗറ്റ് ടോട്ടൽ സ്പെല്ല് മേക്ക് ആയിക്കും. ബാക്കി ആർമീസ് ക്ലിയർ ചെയ്ത് വന്നു ബാക്കിൽ കൂടെ. ഗ്രാൻഡ് വാർഡ് എബിലിറ്റിയൊക്കെ ആദ്യമേ യൂസ് ചെയ്യുക, മിഡിൽ കയറി കഴിയുമ്പോൾ തന്നെ യൂസ് ചെയ്യാം. ലാസ്റ്റ് യൂസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. അതിൻ്റെ ബാക്കിൽ കൂടെ ഫർണസ് യൂസ് ചെയ്യണം. തന്നെ ഫർണസ് ബാക്കിൽ കൂടെ നൈസായിട്ട് കളിച്ച് വന്നോളൂ. ഉള്ളൂ ഏകദേശം 50 മാക്സ് ആയ ബേസ് വരെ ഫുള്ളടിച്ച് തൂത്തുപോയി. ഇങ്ങനെയാണ് നമ്മുടെ അറ്റാക്കിങ് പ്ലാൻ. കൂടുതൽ ഇലക്ട്രോ ഡ്രാഗനൊക്കെ യൂസ് ചെയ്ത് സ്പാം ചെയ്ത് വെറുതെ കളിക്കണവർക്കൊക്കെ കൂടുതൽ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ.